Good morning. So today we are going to start a new topic in which I hope all of you will be having a very good base, since it is a topic which is more related to your main subject, biomolecule. Today we are going to learn about biomolecules. What do you mean by a biomolecule? ഒരു ബയോമോളിക്യൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മോളിക്യൂൾ എന്ന് പറയുന്നത് നോൺ ലിവിങ് ആയിട്ടുള്ള ഒരു കെമിക്കൽ സ്പീഷീസ് ആണ് അല്ലേ. ദീസ് ആർ ദ മോളിക്യൂൾസ് പ്രസൻറ്റ് ഇൻ എ ലിവിങ് ഓർഗാനിസം വിച്ച് ഇൻറ്ററാക്ട് വിത്ത് ഈച്ച് അതർ ആൻഡ് വിത്ത് ദെയർ എൻവിറോൺമെൻറ്റ് ഇൻ എ യുണീക്ക് വേ. അതായത് മോളിക്യൂളുകൾ തമ്മിലും മോളിക്യൂളും അതിൻ്റെ എൻവിറോൺമെൻറ്റും തമ്മിൽ ഒരു ലിവിങ് ഓർഗാനിസത്തിൽ യുണീക്ക് വേയിൽ ഇൻ്ററാക്റ്റ് ചെയ്യുന്ന മോളിക്യൂളുകളാണ് നമ്മൾ എന്ത് പറയുന്നത്, ബയോമോളിക്യൂൾസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്? കളക്ഷൻ ഓഫ് നോൺ ലിവിങ് മോളിക്യൂൾസ് in a living organism which interact each other and with their environment is termed as biomolecule. അതിൻ്റെ എക്സാമ്പിൾ നമുക്കറിയാം, കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീന്, വൈറ്റമിൻസ്, ഇതൊക്കെ ഇതിൻ്റെ എക്സാമ്പിളാണ്. ഇനി നമുക്ക് ഓരോ ടോപ്പിക്കിനെ കുറിച്ചും കുറച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് കാർബോഹൈഡ്രേറ്റുകളെ കുറിച്ചാണ്. അപ്പോൾ കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞ ടേം ഈ ഒരു ടോപ്പിക്കൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ് അല്ലേ. അതായത് ഈ കാർബോഹൈഡ്രേറ്റ് നമ്മൾ ജനറലായിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു മെത്തഡോളജിയാണ് CxH2OY. പക്ഷേ ഇങ്ങനൊരു മെത്തഡോളജി വെച്ചിട്ട് നമ്മൾ അതിനെ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ ഒരിക്കലും കാർബണിൻ്റെ ഹൈഡ്രേറ്റുകളാണ് കാർബോഹൈഡ്രേറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഈവൻ ദോ ദേ ആർ ടേംഡ് as carbohydrate, but we cannot say that it is mere hydrate of carbon. ഇപ്പം നമ്മൾ കുറേ ഹൈഡ്രേറ്റുകൾ കണ്ടിട്ടുണ്ട് അല്ലേ. CaSO4 2H2O, CaSO4 half H2O, ജിപ്സം, പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എന്തായിരുന്നു? ഹൈഡ്രേറ്റുകളായിരുന്നു അല്ലേ. അപ്പോൾ അതേപോലെ കാർബണിൻ്റെ ഹൈഡ്രേറ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ബട്ട് ദീസ് ആർ ടേംഡ് as കാർബോഹൈഡ്രേറ്റ്. അപ്പോൾ കാർബണും ഹൈഡ്രജനും ഓക്സിജനും അടങ്ങിയതായ ഒരു മോളിക്യൂളാണ് എന്ത്? കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത്. ദേ ആർ ദ പോളി ഫങ്ഷണൽ കോമ്പൗണ്ട്സ് കണ്ടെയ്നിങ് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ആൻഡ് കാർബോണിൽ ഗ്രൂപ്പ്സ്. ഇപ്പോൾ കാർബോഹൈഡ്രേറ്റുകൾ എന്ന് പറയുന്നത് അതായത് സിംപ്ലർ കാർബോഹൈഡ്രേറ്റുകളുണ്ട്, അതേപോലെ കോംപ്ലക്സ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് ഉണ്ട്. അപ്പോൾ ഈ സിംപ്ലർ കാർബോഹൈഡ്രേറ്റുകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവർ ആൾഡിഹൈഡിൻ്റെയും കീറ്റോണിൻ്റെയും ഒക്കെ ക്ലാസിക്കലായിട്ടുള്ള അല്ലെങ്കിൽ മോസ്റ്റ് ബേസിക് ആയിട്ടുള്ള റിയാക്ഷൻസൊക്കെ നമുക്ക് റിസൾട്ട് തരുന്നതാണ് സിംപ്ലർ ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റുകൾ എന്ന് പറയുന്നത്. ഇനി കോംപ്ലക്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ ബിഗ്ഗർ ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റിൻ്റെ കേസിൽ നമ്മൾ എന്ത് ചെയ്യണം? അവരെ ഹൈഡ്രോളിസിസ് ചെയ്യണം. എന്നിട്ട് ഹൈഡ്രോളിസിസ് ചെയ്തിട്ട് അവരെ നമ്മൾ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് കിട്ടുന്ന നമ്മളെ ഫൈനൽ പ്രോഡക്ട്സ് എന്ത് തരും നമുക്ക്? ദേ വിൽ ബി ഗിവിങ് reactions of typical reactions of aldehydes and ketones.
അപ്പോൾ ആൽഡിഹൈഡിൻ്റെയും കീറ്റോണിൻ്റെയും ഒക്കെ ടിപ്പിക്കൽ റിയാക്ഷൻസ് നമുക്ക് ഈ ഒരു ബിഗ്ഗർ ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റുകൾ നമുക്ക് തരും. ഇനി ഇതിൻ്റെ ഒരു മോസ്റ്റ് ബേസിക് ആയിട്ടുള്ള ഡെഫിനിഷനായിട്ട് വേണമെങ്കിൽ നമുക്ക് എന്താ പറയാം, ദീസ് ആർ ദി പോളിഹൈഡ്രോക്സി ആൽഡിഹൈഡ്സ് ഓർ കീറ്റോൺസ്. പോളിഹൈഡ്രോക്സി ആൽഡിഹൈഡ് ഓർ കീറ്റോൺ ഓർ കോമ്പൗണ്ട്സ് വിച്ച് ഈൽഡ് ദീസ് കോമ്പൗണ്ട്. അതായത് ഈ ഒരു പോളിഹൈഡ്രോക്സി ആൽഡിഹൈഡോ അല്ലെങ്കിൽ കീറ്റോൺസോ ഈൽഡ് ചെയ്യുന്ന, അതായത് ഹൈഡ്രോളിസിസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് തരും, ഈ ഒരു പോളിഹൈഡ്രോക്സി ആൽഡിഹൈഡോ കീറ്റോൺസോ തരുന്ന ടൈപ്പ് കോമ്പൗണ്ട്സിനെ നമ്മൾ കാർബോഹൈഡ്രേറ്റ് എന്ന് വിളിക്കും. ഇനി ഈ കാർബോഹൈഡ്രേറ്റുകൾ നമ്മൾ 2 മേജർ ക്ലാസിഫിക്കേഷനായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, ഷുഗറും നോൺ ഷുഗറും. ഇപ്പോൾ ഷുഗർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ദേ വിൽ ബി ക്രിസ്റ്റലൈൻ ആയിരിക്കും, ദേ വിൽ ബി സ്വീറ്റ് ആൻഡ് വാട്ടർ സോലുബിൾ. ഇനി അതിൻ്റെ എക്സാമ്പിൾസാണ് ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, അതേപോലെ സൂക്രോസ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളൊക്കെ എന്താണ്, വാട്ടർ സോലുബിളാണ്, ക്രിസ്റ്റലൈൻ നേച്ചറാണ്. ഇനി നോൺ ഷുഗേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളെ സ്വീറ്റ് ടേസ്റ്റ് ഇല്ലാത്ത കുറേ ഷുഗറുകളുണ്ട്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിളാണ് സെല്ലുലോസ്, സ്റ്റാർച്ച്. അപ്പോൾ ഇത് ക്രിസ്റ്റലൈൻ നേച്ചർ ആയിരിക്കില്ല, അതിന് പകരം ഇത് എന്തായിരിക്കും, ഒരു അമോർഫസ് നേച്ചർ ആയിരിക്കും. പിന്നെ ഇവരെന്തായിരിക്കും, ടേസ്റ്റ് ഉണ്ടാവില്ല, അതേപോലെ വാട്ടർ ഇൻസോലുബിൾ ആയിരിക്കും. ഒരു വെളുത്ത പൊടി പോലെ, നമ്മൾ പത്തിരി പൊടിയൊക്കെ തിന്നത് പോലെ ആയിരിക്കും എന്തുണ്ടാവുക, സ്റ്റാർച്ചൊക്കെ നമ്മൾ ഒരു ക്രിസ്റ്റലൈൻ നേച്ചറൊന്നും ഉണ്ടാവില്ല അതിന്. ഇനി നമ്മളതിൻ്റെ സിസ്റ്റമാറ്റിക്, അതായത് ഇതൊരു ബേസിക് ക്ലാസിഫിക്കേഷനാണ് ഷുഗർ എന്നും നോൺ ഷുഗർ എന്ന് പറയുന്നത്. ഇനി നമ്മളതിൻ്റെ സിസ്റ്റമാറ്റിക് ക്ലാസിഫിക്കേഷനിലേക്ക് കിടക്കുമ്പോൾ നമ്മളതിൻ്റെ ഒരു മോളിക്കുലാർ ലെവലിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മോണോസാക്കറൈഡ്സ്, ഒലിഗോസാക്കറൈഡ്സ്, അതേപോലെ പോളിസാക്കറൈഡ്സ് എന്നൊക്കെ പറയുന്നത്. അതായത് ഈ ഒരു ഷുഗർ അല്ലെങ്കിൽ നമ്മൾ കാർബോഹൈഡ്രേറ്റുകൾ ഹൈഡ്രോളിസിസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന മോണോമേഴ്സിൻ്റെ എണ്ണം നോക്കിയിട്ട്, അതായത് ഒരു മോണോസാക്കറൈഡ് എടുത്തിട്ട് നമ്മൾ ഹൈഡ്രോളിസിസ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്ത് തരില്ല, നമുക്ക് പിന്നെ ഒരു ഹോൾ യൂണിറ്റ് തരില്ല. അതായത് അതൊരു മോണോസാക്കറൈഡ് എന്ന് പറയുന്ന ഒരു കംപ്ലീറ്റ് യൂണിറ്റാണ്. അത് വീണ്ടും ഒരു ഫർദർ ഹൈഡ്രോളിസിസ് നടത്തിയിട്ട് നമുക്ക് അതിലും സിംപ്ലറായിട്ടുള്ള ഒരു ടോട്ടൽ മോളിക്യൂൾ നമുക്ക് എന്ത് ചെയ്യില്ല, കിട്ടില്ല. ബട്ട് ഒലിഗോസാക്കറൈഡ്സ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് 2 to 9 മോണോമേഴ്സ് കൂടിച്ചേർന്നതായിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് ഒലിഗോസാക്കറൈഡ്സ് എന്ന് പറയുന്നത്. 2 to 9 മോണോമേഴ്സ് ജോയിൻ ചെയ്തത്. പോളിസാക്കറൈഡ്സ് എന്ന് പറയുന്നത് ഒരുപാട് മോളിക്യൂൾ, ഒരുപാട് മോണോമേഴ്സുകൾ ജോയിൻ ചെയ്തിട്ടുണ്ടാവുന്ന ഒരു കോംപ്ലക്സ് സ്ട്രക്ചറിനാണ് നമ്മൾ പോളിസാക്കറൈഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ നമ്മൾ നേരത്തെ പറഞ്ഞു, സെല്ലുലോസ്, സ്റ്റാർച്ചൊക്കെ അതിൻ്റെ എക്സാമ്പിളാണ്. ഈ മോണോസാക്കറൈഡുകൾ CH2ON ടൈംസ്, അതായത് നമ്മളിവിടെ എണ്ണ മാറുന്നതിനനുസരിച്ച് കാർബണിൻ്റെ എണ്ണവും മാറും, H2O എന്ന് പറയുന്ന ഈ യൂണിറ്റിൻ്റെ എണ്ണവും മാറും. അതായത് ഇതിൻ്റെ ഒരു ടോട്ടൽ എന്ന് പറയുന്നത് CnH2nOn. ഈ ഒരു സ്ട്രക്ചറായിരിക്കും മോസ്റ്റ് ഓഫ് ദ മോണോസാക്കറൈഡ്സ് ഫോളോ ചെയ്യാം. ഇനി ഇതിൽ തന്നെ നമ്മൾ എന്നിൻ്റെ വാല്യൂ മാറുന്നതിനനുസരിച്ച് നമുക്ക് എന്ത് മാറും, നമ്മളതിൻ്റെ നമ്മൾ പറയുന്ന ഒരു കോമൺ നോമൻക്ലേച്ചർ ഉണ്ട്, അത് മാറും. ഇപ്പോൾ N=3 ആണെങ്കിൽ നമ്മൾ അതിന് പറയും ട്രയോസ് എന്ന് പറയും. N4 ആണെങ്കിൽ നമ്മളെന്ത് പറയും, ടെട്രോസ്. N5 ആണെങ്കിൽ നമ്മളെന്ത് പറയും, പെൻറ്റോസ്. N6 ആണെങ്കിൽ നമ്മളെന്ത് പറയും, ഹെക്സോസ്. അപ്പോൾ അങ്ങനെ ഈ ഒരു എന്നിന്, അതായത് നമ്പർ ഓഫ് കാർബണിൻ്റെ എണ്ണം മാറുന്നതിനനുസരിച്ച് നമ്മളതിനെ ട്രയോസ് എന്നും ടെട്രോസ് എന്നും പെൻറ്റോസ് എന്നും ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, വിളിക്കും. അതായത് ഈ ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് കാർബൺ അനുസരിച്ചാണ്. ഇനി നിങ്ങൾ എന്ത് ചെയ്യാൻ കൺഫ്യൂസ്ഡ് ആവാൻ പാടില്ല. മോണോസാക്കറൈഡ്സും ഒലിഗോസാക്കറൈഡ്സും ഒക്കെ പറയുന്നത് നമ്മൾ ആ ഒരു സാക്കറൈഡ് അല്ലെങ്കിൽ ഒരു കാർബോഹൈഡ്രേറ്റിനെ ഹൈഡ്രോളിസിസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന മോണോമേഴ്സിൻ്റെ എണ്ണത്തിനനുസരിച്ചാണ് നമ്മൾ മോണോസാക്കറൈഡ്സ്, ഒലിഗോസാക്കറൈഡ്സ് എന്ന് പറയുന്ന ക്ലാസിഫിക്കേഷൻ. ഇത് മോണോസാക്കറൈഡുകളിലൊക്കെ തന്നെ, അതായത് ഏറ്റവും ബേസിക് ആയിട്ടുള്ളൊരു മോണോമർ ഒരു കംപ്ലീറ്റ് യൂണിറ്റ്, അതാണ് നമ്മളിപ്പോൾ ഒരു മുത്തുമാലയുടെ ഒരു മുത്ത് എന്ന് പറയുന്നത് ആണെന്ത്, ഒരു മോണോമർ യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഒരു മോണോമർ യൂണിറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് 3 കാർബൺ കൊണ്ടാണ്.
അതായത് ഇവിടെ എന്നിൻ്റെ വാല്യൂ 3 ആണെന്ന് സപ്പോസ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വരും? ട്രയോസ് എന്ന് വരും. പിന്നത്തെ കേസിൽ ടെട്രോസ്, പെൻറ്റോസ്, ഹെക്സോസ് ഒക്കെ വരും. ഇനി ചില കേസിൽ ആൾഡിഹൈഡുള്ള മോണോമർ വരാം, അതേപോലെ കീറ്റോൺ ഉള്ളത് വരാം. അപ്പോൾ ഇങ്ങനെ ആൾഡിഹൈഡ് ഉള്ള ഗ്രൂപ്പ് ആണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ആൾഡോസ് എന്ന് പറയും. അതേപോലെ കീറ്റോൺ ഉള്ളതാണെങ്കിൽ കീറ്റോസ്. സേ ഫോർ എക്സാമ്പിൾ നമ്മളൊരു റൈബോസ് എന്ന് പറയുന്ന ഷുഗർ എടുക്കാം. ഈ റൈബോസ് ഷുഗർ നമ്മൾ DNA ഒക്കെ കാണുന്നത് റൈബോസ് ഷുഗർ അല്ലേ. അപ്പോൾ നമ്മളിങ്ങനെ ഒരു റൈബോസ് ഷുഗർ എടുക്കുക, C5H10O5. അപ്പോൾ ഇതൊരു ആൾഡിഹൈഡ് കണ്ടെയ്നിങ് ആയിട്ടുള്ളൊരു ഷുഗറാണ് റൈബോസ് ഷുഗർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ ആൾഡോപെൻറ്റോസ് എന്ന് പറയും, ആൾഡോപെൻറ്റോസ്. ഇനി ഒരു ഗ്ലൂക്കോസ് എടുക്കാം. അപ്പോൾ ഗ്ലൂക്കോസും ഒരു ആൾഡിഹൈഡിക് ആയിട്ടുള്ള ഷുഗറാണ്, C6H12O6. ഇതൊരു ആൾഡോഹെക്സോസ് എന്ന് പറയും, ആൾഡോഹെക്സോസ്. ഫ്രക്ടോസ് ഷുഗർ, അതായത് നമ്മൾ സൂക്രോസ് എടുത്തിട്ട് ഹൈഡ്രോളിസിസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഗ്ലൂക്കോസും ഫ്രക്ടോസുമാണ്. പക്ഷേ ഇതിൻ്റെ രണ്ടിൻ്റെയും കെമിക്കൽ ഫോർമുല വൈസ് രണ്ടും സെയിം ആണ്. പക്ഷേ ഇത് കീറ്റോ ആണ്, കീറ്റോ ഹെക്സോസ് ആണ്. അപ്പോൾ ഇതിൽ കീറ്റോൺ ഗ്രൂപ്പാണ്, മറ്റേ ഗ്ലൂക്കോസിൻ്റെ കേസിൽ ആൾഡിഹൈഡ് ഗ്രൂപ്പാണ്, ആൾഡോ ഹെക്സോസും കീറ്റോ ഹെക്സോസും. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ നിങ്ങൾ ജസ്റ്റ് ടെക്സ്റ്റിൽ നോക്കിയാൽ നിങ്ങൾക്ക് റൈബോസിൻ്റെയും ഗ്ലൂക്കോസിൻ്റെയും ഫ്രക്ടോസിൻ്റെയൊക്കെ പിന്നെ സ്ട്രക്ചർ കാണാം. ഇനി നമ്മൾ ഒലിഗോസാക്കറൈഡ്സ് നോക്കുക. അപ്പോൾ ഒലിഗോസാക്കറൈഡ്സ് നമ്മൾ ജസ്റ്റ് പറഞ്ഞതാണ്, അതായത് 2 to 9 ഒലിഗോസാക്കറൈഡ്സ് എന്ന് പറഞ്ഞാൽ ഹൈഡ്രോളിസിസ് ചെയ്ത് കഴിഞ്ഞാൽ 2 to 9 മോണോമർ യൂണിറ്റുകൾ വരെ തരുന്നതിനാണ് നമ്മൾ ഒലിഗോസാക്കറൈഡ്സ് എന്ന് പറയാം. അപ്പോൾ ഇതിൽ 2 എണ്ണമാണ്, അതായത് അതിനെ ഡിവൈഡ് ചെയ്തിട്ട്, അതായത് ഈ ഒലിഗോസാക്കറൈഡ്സ് ഹൈഡ്രോളിസിസിന് ശേഷം 2 മോണോമറാണ് തരുന്നതെങ്കിൽ അതിനെ നമ്മൾ ഡൈസാക്കറൈഡ്സ് എന്ന് പറയും. നേരത്തെ നമ്മൾ ട്രയോസും ട്രൈസാക്കറൈഡ്സും തമ്മിൽ എന്ത് ചെയ്യാൻ പാടില്ല? കൺഫ്യൂസ്ഡ് ആവാൻ പാടില്ല. 3 മോണോമർ യൂണിറ്റ് ആണെങ്കിൽ ട്രൈസാക്കറൈഡ് 3 മോണോമർ യൂണിറ്റ്, അതായത് ഒരു മുത്തുമാലയിൽ നിന്ന് 3 പിന്നെ മുത്തുകൾ കൂടി ചേർന്ന ഒരു മാലാണെന്ന് വിചാരിക്കുക. അപ്പോൾ അതിനെ നമ്മൾ ആ ഒരു പാരൻറ്റിന് പറയുന്നതാണ് ട്രൈസാക്കറൈഡ്. ഇനി 4 എണ്ണങ്ങളാണെങ്കിലോ ടെട്രാസാക്കറൈഡ്. അപ്പോൾ അങ്ങനെ ഇതിങ്ങനെ പോകും, മോണോസാക്കറൈഡ്, ഡൈസാക്കറൈഡ്, ട്രൈസാക്കറൈഡ്, ടെട്രാസാക്കറൈഡ്, അങ്ങനെ ഓൾമോസ്റ്റ് 9 വരെ പോകുന്ന ഒരു പിന്നെ ചെറിയ ഒരുപാട് വലുതല്ല, ബട്ട് 2 to 9 ഉള്ളിൽ മോണോമർ യൂണിറ്റ് ഉള്ള സാക്കറൈഡ്സിന് നമ്മൾ ഒലിഗോസാക്കറൈഡ്സ് എന്ന് പറയുന്ന ക്ലാസിഫിക്കേഷനിൽ വരും. അപ്പോൾ അതിൽ ഡൈസാക്കറൈഡ്സിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിളാണ് സൂക്രോസ് ഹൈഡ്രോളിസിസ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്ലൂക്കോസും ഫ്രക്ടോസും കിട്ടും. ഇനി മാൾട്ടോസ്, അതായത് ഈ സൂക്രോസിൻ്റെ അതേ സ്ട്രക്ചർ, സൂക്രോസ് ആയാലും ഇനിയിപ്പോൾ മാൾട്ടോസ് ആയാലും സെയിം സ്ട്രക്ചറൽ ഫോർമുല, C12H22O11. പക്ഷേ ഇയാൾ തരുന്ന 2 മോളിക്യൂൾസ് ഓഫ് ഗ്ലൂക്കോസ് ആണ്, അതായത് ഗ്ലൂക്കോസ് പ്ലസ് ഗ്ലൂക്കോസ് തന്നെ. ഫ്രക്ടോസ് എന്ന് പറയുന്ന ആളെ ആര് തരില്ല? മാൾട്ടോസ് എന്ന് പറയുന്ന ഒരു ഡൈസാക്കറൈഡ് തരില്ല. ഇനി നമ്മൾ പോളിസാക്കറൈഡ്സിൻ്റെ കേസിൽ നോക്കുക. പോളിസാക്കറൈഡ്സിൻ്റെ അതായത് ഡിഫറെൻ്റ് മോണോമറുകൾ ജോയിൻ ചെയ്തിരിക്കുന്നത് ഗ്ലൈക്കോസിഡിക് ബോണ്ട് എന്ന് പറയുന്ന ബോണ്ട് വഴി ആയിരിക്കും. അപ്പോൾ അത് ഈ ഡൈസാക്കറൈഡ്സിൻ്റെ കേസിലൊക്കെ ഈ ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് വഴിയാണ്. ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ അതിൻ്റെ സ്ട്രക്ചർ പറയുന്ന സമയത്ത് നമുക്ക് ആ ഒരു ബോണ്ടിങ്ങിനെ കുറിച്ച് നല്ലോണം ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ ഒരു ഓക്സിജനിൽ കൂടെ ലിങ്ക് ചെയ്യാണ് നമ്മൾ ഈ ഒരു പിന്നെ റൈബോസ് ഗ്ലൂക്കോസ് ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ കുറേ OH അതേപോലെ H എന്നൊക്കെ പറയുന്ന ഹൈഡ്രോക്സിൽ ഗ്രൂപ്പുകൾ കാണുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പുകൾ ത്രൂ ആണ് ഇവരെന്ത് ചെയ്യുന്നത്? ലിങ്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ബോണ്ടിനാണ് നമ്മൾ ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് എന്ന് പറയുന്നത്.
അപ്പോൾ സ്റ്റാർച്ച് ആയാലും സെല്ലുലോസ് ആയാലും ഇവരിൽ രണ്ടിലുള്ള യൂണിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? C6H10O5 ടൈംസ്. അതായത് ഇത് മേ ബി 1000 ടൈംസ് വരെയൊക്കെ എന്താവാം ഈ ഒരു പോളിസാക്കറൈഡ്സിൻ്റെ കേസിൽ വരാം. അപ്പോൾ പിന്നെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് സ്റ്റാർച്ചിൻ്റെ കേസിൽ നമ്മൾ ആൽഫ ഗ്ലൂക്കോസ് യൂണിറ്റാണ്. സെല്ലുലോസിൻ്റെ കേസിൽ ബീറ്റ ഗ്ലൂക്കോസ് യൂണിറ്റ്. അപ്പോൾ എന്താണ് ഈ ആൽഫ, എന്താണ് ബീറ്റ എന്നുള്ളതൊക്കെ നമുക്ക് ജസ്റ്റ് നമ്മൾ ആ ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യുമ്പോൾ, അതായത് ആ ഒരു ടോപ്പിക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളതാണ്. ഗ്ലൂക്കോസിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ച്, ഫിഷർ പ്രൊജക്ഷനും അതിൻ്റെ സ്ട്രക്ചറും, അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് അതിലൊന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം.